എന്താ കല്ലിളകണ ഇല്ല, ഇളകണൊന്നുമില്ല. നാത്തുനെ നമ്മുടെ ആ കുക്കിംഗ് പരിപാടി ഇല്ലേ, ഇത് ആനിസ് കിച്ചൺ. ആ ഞാനത് കണ്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കി നോക്കിട്ടോ. പക്ഷെ അത് അങ്ങോട്ട് ശരിയാവണില്ലല്ലോ. ആ സാധനത്തിന്റെ പേര് ഇപ്പോഴും അറിയില്ലല്ലോ. അതിന് നീ ചുമ്മാ ഇട്ട് അങ്ങോട്ട് ഇളക്കിയ പോലെ അതിന് നല്ല കൈപ്പുണ്യം വേണം. ആ ചേച്ചിക്ക് അതൊക്കെ ആ ചേച്ചി കൊടുക്കുന്ന സാരിയൊക്കെ കണ്ടോ? ശരിയാ ശരിയാ, എല്ലാ ദിവസവും ഓരോ ടൈപ്പ് സാരി അല്ലേ. ഞാന് ഒരു സാരി കണ്ടിട്ട് ഇങ്ങനെ പടമൊക്കെ വരച്ച് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് തയ്ച്ചു തരണം. ഇല്ല, ഇപ്പൊ ഞാൻ ഡിസൈനിങ് എടുക്കുന്നില്ല. എന്താ എടുക്കുന്നില്ല? അതുകൊണ്ടാ കണ്ടോ, എന്റെ പാചകം എന്റെ ഡിസൈനിങ് ഒന്നിനും വളർത്താൻ സമ്മതിക്കരുത്. ഈ വീട്ടിൽ വന്ന് കയറിയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എവിടെയോ എത്തേണ്ടതായിരുന്നു. ഈ വീട്ടിൽ വന്നേ പിന്നെ മുരടിച്ചു പോയി. മുരടിച്ചു പോയി, അല്ലെങ്കിൽ വളർന്നു പന്തലിച്ചേ. അതെ, ഷോ എന്താല്ലേ, എന്തൊക്കെ കഴിവുണ്ടായിരുന്നു. കഴിവായിരുന്നു. കളിയാക്കണല്ലേ ശരിക്കും പറഞ്ഞാൽ. മറ്റേ ആ പെണ്ണ് കാണാൻ മറ്റേ കല്യാണ പന്തലോട്ട് ഇറങ്ങി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഭയങ്കര കഴിവുള്ള കൊച്ചാണ് അല്ലേ. അതെ, നേരത്തെ വന്നല്ലോ നിന്റെ കണവൻ. നേരത്തെ വന്നേക്കണേ ഇതൊന്നും അങ്ങോട്ട് പോണേ. വീട് മാറിപ്പോ. ഇതാ നിന്റെ വീട്. ഏട്ടാ എവിടെ പോവാ? എങ്ങോട്ടാ പോണേ? കനക, എന്താടാ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? ഇതെന്താ മിണ്ടാതെ തൊപ്പിയും വെച്ചോണ്ടിരിക്കണ? എന്താ എന്താണ് ഇതെന്താ? ഫ്യൂസാ? ഇതെന്തിനാ ഊരിയത്? ബില്ലടക്കണം. ബില്ലടച്ചതാ? ആര്? ഞങ്ങള്. ആരും ബില്ലൊന്നും അടച്ചിട്ടില്ല. അടച്ചിട്ടില്ല തങ്കം. കനക, ഇത് നീ മനഃപൂർവ്വം തല്ലി പിടിക്കാൻ വേണ്ടി ചെയ്യണതാ. കുത്തിക്ക ഫാസിലെ തങ്കം കാശ് അടച്ചിട്ടില്ലാന്ന്. എടി ഞാൻ വെറുതെ ഞാൻ അടച്ചതാന്ന്. നീ എവിടെ കൊണ്ടുവന്ന് അടച്ച്? ക്ലീറ്റോന്റെ ഒരു പൈസ കൊടുത്തുവിട്ടിട്ടുണ്ടായി. ക്ലീറ്റോന്റെ അടുത്ത് പൈസ കൊടുത്താൽ പുട്ടടിച്ചിട്ടുണ്ടാവും. കഷ്ടമുണ്ടിട്ടോ ഞാൻ. തങ്കം ഇന്ന് ഇത് ഊരിയില്ലെങ്കിൽ ഞങ്ങളുടെ പണി പോകും. അടച്ചിട്ടുണ്ടാവും. അടച്ചിട്ടല്ലടാ, നിങ്ങൾ ശരിക്കും നോക്കാത്തതിന്റെ. അതെ, KSEB നിന്റെ അച്ഛന്റെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ, ആണോ? എടാ എന്റെ ഒരു പണിയും നടക്കൂല. KSEBയുടെ കറണ്ട് ഉപയോഗിക്കുമ്പോ അതിന് പൈസ അടക്കണം, ബില്ല് അടക്കണം. എടാ ഇപ്പൊ പൈസ ഒക്കെ ഞങ്ങള് കൃത്യമായിട്ട് ഇത് ആദ്യത്തൊന്നല്ലോ, ആദ്യത്തെ കേസാണോ? അല്ലല്ലോ. ഇതിപ്പോ ഫയല് നോക്കാതെ തന്നെ പറയും തങ്കത്തിന്റെ വീട്ടിലെ പോയി ഊരുന്നു. എല്ലാ മാസവും ഇത് തന്നെയാണ് പണി. മണിക്കുമ്പോ അടക്കുവോ? 4 മണിക്ക് പൈസ അടക്കിയ ഇപ്പൊ തന്നെ പോവാ. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ, അവൻ അടച്ചോളും. അല്ല ഞാൻ അടച്ചോളാം, വെറുതെ മനുഷ്യന് പണിയണ്ട. അവനവന്റെ വീട്ടിലെ തന്നെ ഊരാനാണ് കാലത്ത് പറഞ്ഞു വിടണം. ഓ, 4 മണിക്ക് മുമ്പ് കൊണ്ടുവന്ന പൈസ അടച്ചോട്ടാ. എന്തിനിങ്ങനെ ദേഷ്യപ്പെടണം? എന്റെ കൂടപ്പുറപ്പല്ലേ. കൂടപ്പുറപ്പൊക്കെ ഇവിടെ വരുമ്പോ KSEBിലാവുന്നില്ല. ഈ തയ്ക്കണയൊക്കെ കാശ് എന്ത് ചെയ്യണം? ഈ കറണ്ട് കാശ് അടച്ചൂടെ? വലിയ കാര്യം കൊടുത്തുവിടണ്ടേ. ഞാൻ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് എപ്പ പോവാനാ? ഏട്ടനാ ഓഫീസിലേക്കല്ലേ പോണത്, അപ്പൊ കയ്യിൽ കൊടുത്തു വിട്ടാ പോരെ. ഞാൻ ഓർത്തില്ല. ഇത് 1-2 തവണയൊന്നും അല്ലല്ലോ. പഠിക്കില്ലല്ലേ എത്രയായാലും. വരട്ടെ, ഞാൻ ശരിയാക്കണം. അല്ല ഇനിയിപ്പോ ഇത് 4 മണിക്ക് മുമ്പ് കൊണ്ട് അടക്കണ്ടേ? അതാ ഞാൻ ആലോചിക്കണത്. അവന്റെ അടിച്ചു മാറ്റിയത് വല്ലതും ഇരിപ്പുണ്ടോ? ഒരു കുത്തു ചേരും. അപ്പൊ ഇപ്പൊ ഏട്ടനോട് പറഞ്ഞായിരുന്നെങ്കിൽ കൊണ്ട് അടക്കില്ലായിരുന്നോ? ഓ, അടയ്ക്കൂലെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ചുമ്മാ പറയണതാ. പറഞ്ഞു വിട്ടായിരുന്നെങ്കിൽ അടച്ചേനെ. പറഞ്ഞോക്കോ. എന്തൊന്ന് പൈസ ഇല്ലേ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. തങ്കത്തോണി തെന്മലയോരം കണ്ട് അവിടെ ഉണ്ടായിരുന്ന എന്താണ് ഒരു ഗൗരവത്തിലാണല്ലോ. ഞാൻ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞാനിപ്പോ നിങ്ങൾ നന്നാവൂല്ലേ ക്ലീറ്റോ? നന്നായിരിക്കല്ലോടി. ഇനി എന്തിനു നന്നാവണം? ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ, എനിക്ക് പറ്റൂല. കുടുംബത്തെ പണി. ചേടാ, വല്ല പറയാണ്ടെങ്കിൽ നേരെ പറയും. നീ ഇല്ലാതെ ഇങ്ങനെ വളഞ്ഞു വന്ന് ഇങ്ങനെ മൂക്കി പിടിക്കല്ലേ. എങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ നന്നാവടില്ലല്ലോ. കറണ്ട് ബില്ല് അടച്ചാ നിങ്ങള്? പൈസ ഉണ്ടാക്കാൻ പാടില്ല, നിങ്ങളൊക്കെ മേയ്ക്കാനേ പാടും മനുഷ്യന്. കറണ്ട് ബില്ല് അടച്ചല്ലോ. ആരടച്ചു? ഞാനല്ല, ഞാൻ നടരാജനെ പാർട്ടി ഓഫീസിൽ നിന്ന് പറഞ്ഞപ്പോ അവനും ബില്ലടക്കണം. നടരാജനാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യണത്.
അല്ല, അവൻ എന്നെ നിർബന്ധമായിട്ട് അവൻ അടയ്ക്കാൻ പോകണുണ്ട്, എൻ്റെ കൂടെ വേണേൽ അടച്ചിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് എൻ്റെ എന്നിട്ട് നടരാജൻ അടച്ചോ ഇല്ലോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചോ? ബില്ല് മേടിച്ചോ? കണ്ടില്ല, ഞാൻ നോക്കട്ടെ. എന്ത് കൂളാന്ന് നോക്കിയാ ഒരു അത് പ്രശ്നം കൊടുത്തല്ലേ ഒരാൾ അടയ്ക്കാൻ കൊണ്ട്, ഞാൻ തന്നെ അടച്ച എന്റെ പൈസ വാങ്ങുന്നുണ്ടോ? എന്ത് സുഖ ജീവിക്കാൻ പൈസ. ഹലോ നടരായ, നീ കറണ്ട് ബില്ല് അടച്ചില്ലേ? നിന്റെ അടുത്ത് ഞാൻ പോവാന്ന് പറയുമ്പോ എന്നെ നിർബന്ധമായിട്ട് നീ പിടിച്ച് മേടിച്ചോണ്ട് പോയല്ലേ, എന്നിട്ട് അടച്ചില്ല. കഷ്ടം തന്നെ. നീ ഒരു കാര്യം ചെയ്യ, എത്രയും പെട്ടെന്ന് കൊണ്ട് അടക്കി. കൊല്ലത്താ? ഓ എടാ, വെച്ചിട്ട് പോടാ. കൊല്ലത്തേക്ക് നാളെ വരുള്ളൂ. ഒരു 500 രൂപ കൂടി തരട്ടെ, വേറെ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കും. തങ്ക അവൻ അടയ്ക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ അടയ്ക്കാന്ന് പറഞ്ഞിട്ട് എന്തിനുണ്ടാവും ഓരോ ന്യായീകരണങ്ങൾ? നിങ്ങൾക്ക് എന്ത് സുഖ ജീവിക്കാൻ, ഒന്നും അറിയണ്ടല്ലോ. ഞാൻ മര്യാദയ്ക്ക് പോയി അടച്ചാൽ മതിയായിരുന്നു. എന്നോട് പറഞ്ഞു ക്ലീറ്റോ ഞാൻ അതുവഴി കുടുംബത്തിരിക്കണ ഞാൻ വേണ്ട നാണം കിടന്ന് എല്ലാവരുടെ മുമ്പിൽ. ഫ്യൂസ് വരാൻ വന്നത് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? ഫ്യൂസ് വരാൻ വന്നെങ്കിൽ നിനക്ക് പറഞ്ഞൂടെ, കനകന്റെ വീടാണ് ഇതാണെന്ന് നിനക്ക് അങ്ങോട്ട് ഊരാൻ വന്നവനോട് പറഞ്ഞൂടെ? ഊരാൻ വന്നവൻ ആരാ? ആരാ? കനകൻ. അവന്റെ കാല് പിടിച്ചിട്ട് അവനത് തിരിച്ചു കുത്തിവെച്ചത് അറിയോ? എന്നെ എന്തിനു ക്ലീറ്റോ ഇങ്ങനെ നാണം കെടുത്തണേ നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരു വയറ്റിൽ നിന്ന് വന്നതല്ലേ, അവൻ അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ചൂടെ? എന്തിനാണ് അവൻ ഇത്ര ഇങ്ങനെ നാണം കെടുത്തണേ? അവന്റെ ഫീസ് കൂടെ കുത്തിയിട്ട് പോയാ ഊരിയിട്ട്? ഞാൻ അവന്റെ കാല് പിടിച്ച് അവന്റെ ഔദാര്യം വേണ്ടടി, അങ്ങനെ വേണ്ട നമുക്ക്. എന്തിനാ അവന്റെ അത്ര ഔദാര്യത്തിൽ ഒരു കറണ്ട് വേണ്ട. എനിക്കറിയാം എന്തോ ചെയ്യണോ, ഞാൻ കുന്തം ചെയ്യും. എനിക്കറിയാം എന്ത് ഇവൻ ആരാണെന്നാണ് അവന്റെ വിചാരം. അവൻ വൈദ്യുതി മന്ത്രിയാണെന്നാണ് അവന്റെ വിചാരം. ഞാനൊന്ന് മനസ്സ് വെച്ചാണ്ടല്ലോ അവനെ ഈ ജോലി എടുത്ത് കളയും. അവനും ജോലി എടുത്ത് കളയാനല്ല, നിങ്ങൾ കാര്യമായിട്ട് ഉത്തരവാദിത്തത്തോടു കൂടി കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത് ഊരണ കാര്യം ഉണ്ടടി. കറണ്ട് ഇല്ലാതെ ഇവിടെ ആൾക്കാർ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെ തല്ലുപിടുത്തൊക്കെ അവിടെ? എന്താണ് ഇവിടെ വന്നിട്ട് ഈ ബഹളത്തിന് നിൽക്കുന്നത്? ഒന്നുമില്ലടാ, ഒന്നുമില്ല. പുന്നാര അളിയൻ ഊണ് കഴിച്ചായിരുന്നോ? ആ ഊണ് കഴിച്ചത്. കഴിച്ചെങ്കിൽ ഇതും കൂടെ അങ്ങ് വിഴുങ്ങ്, തികയട്ടെ, നിന്റെ വയറ് നിറയട്ടെ. നീ എന്താണ് വിചാരിച്ചത്? നിനക്ക് തോന്നുമ്പോ അവിടെ നിന്ന് ഫീസ് കട്ട് ചെയ്ത് കറണ്ടും കട്ട് ചെയ്ത് ഞങ്ങൾ നീരിട്ടത്താവുന്നല്ലടാ. ഫീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നീ എങ്ങനെ വിളിച്ചെത്താവും? എന്നാലേ നിന്റെ മര്യാദ തോണം. എന്തിനീ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കണേ? അതെ, നിന്റെ ഉണക്ക ഡിപ്പാർട്ട്മെന്റിന്റെ കറണ്ട് ക്ലീറ്റോയ്ക്കും കുടുംബത്തിന് ഇനി വേണ്ട കേട്ടാ. വേണ്ട വേണ്ട. ഇനി നീ എങ്ങനെ കട്ട് ചെയ്യുന്ന കാണണം. ഇനി എന്ത് കട്ട് ചെയ്യാനാണ്? ബില്ലടച്ചില്ലെങ്കിൽ കട്ട് ചെയ്യും, അത് നിയമമാണ്. അത് കട്ട് ചെയ്യലാണ് എന്റെ പണി. കേറി നിറങ്ങാനല്ല, തോന്നുമ്പോ ഫ്യൂസ് വരാനും കട്ട് ചെയ്യാനൊക്കെ. നീ എന്താണ് വിചാരിച്ചത്? നീ വെറുതെ വന്നിട്ട് ഈ വായിട്ട് അലക്കണ നേരം നിനക്ക് ആ പൈസ കൊണ്ടുപോയി അടച്ചൂടെ? ബില്ല് ഞാൻ മനഃപൂർവ്വം അടയ്ക്കാത്തതാണ്. എനിക്ക് സൗകര്യമില്ലായിരുന്നു അടയ്ക്കാൻ. നീ എന്തോ ചെയ്യും? അടക്കണ്ട. നീ എങ്ങനെ കട്ട് ചെയ്യുന്ന എനിക്കൊന്ന് കാണണമല്ലോ. ഞാൻ കട്ട് ചെയ്തല്ലോ. എടാ നീ എന്താ വിചാരിച്ച നിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് നീ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇരുട്ടത്തായി പോകുന്ന? അതൊക്കെ വെറും വ്യാമോഹമാണ് മോനെ. നീ നോക്കിക്കോ ക്ലീറ്റോ എന്താ ചെയ്യാൻ പോണേന്ന്. എന്റെ പൊന്ന് ക്ലീറ്റസ്, നാണമില്ലാതെ വെറുതെ വന്നിട്ട് വായിട്ട് അലക്കുന്നത് വരാ. ബില്ല് കൊണ്ടുപോയി അടച്ചൂടെ നിനക്ക്? മനഃപൂർവ്വം അടയ്ക്കാത്തടാ. നിനക്ക് വല്ലതും ചെയ്യാണ്ടെങ്കിൽ ചെയ്യടാ. നീ ചെയ്യുന്നതിനിപ്പോ കണ്ടല്ലേ, അത്രേ ഉള്ളൂ. അവന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ആകെ ഇരുട്ടിലായി പോകും. അധികം നെകളിക്കല്ല്. അല്ല, മേളിൽ നിന്ന് മഴയും ഇല്ല, ഡാമിൽ വെള്ളം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ശൂന്യമാണ്. ശരി ഇത് ഒന്നാമത്തെയും രണ്ടാമത്തെയും തവണ ഒന്നുമില്ല. നീ പലപ്പോഴും പൈസ അടക്കാറില്ല. പൈസ അടച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇത് കട്ട് ചെയ്യും. അതാണ് എന്റെ നിയമം. അത് കട്ട് ചെയ്യാൻ വേണ്ടി വരലാണ് എന്റെ ജോലി. ഇതൊക്കെ നിനക്ക് അറിഞ്ഞൂടെ? അതൊക്കെ തന്നെ. നീ എങ്ങനെ നീ കട്ട് ചെയ്യുന്ന നീ കാണണം. നിന്റെ കറണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ച് നീ എങ്ങനെ കട്ട് ചെയ്യടാ? കറണ്ട് ഇല്ലെങ്കിലും ജീവിച്ച് ക്ലീറ്റോ കാണിക്കും. പിന്നെന്ത്? നീ നോക്കിക്കോ, ഇവിടെ വേറെ പല സോഴ്സും ഉണ്ട്. അതൊന്നും നിനക്ക് അറിഞ്ഞൂടാ കേട്ടാ. പിന്നെ ഭയങ്കര കാണിച്ചു തരും. കറണ്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാ ക്ലീറ്റസ്. നല്ലതാണ് ക്ലീറ്റോ. ഇപ്പൊ നിന്റെ ഡിപ്പാർട്ട്മെന്റിനെയും ആ കറണ്ടിനെയും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അടുത്ത നീ ആയിരിക്കും. നീ നോക്കി ഇത് കണ്ടോണ്ടിങ്ങനെ വാടി ഇങ്ങോട്ട്. ഒപ്പം ചെല്ലടി. ഒരു കാങ്ങള അവള. ഈ കോന്തല് പ്രാന്താണ്. വിവരില്ലാത്തോണ്ടല്ലേ. അതിന് ഏട്ടൻ കിടന്ന് ബേളം വെക്കണ എന്തിനാ? അതെ, നേരത്തെ കട്ട് ചെയ്യേണ്ടതാണ്. എന്നിട്ട് 4 മണിക്ക് 5 മണിക്ക് മുമ്പ് ആ ബില്ല് കൊണ്ടുപോയി അടച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ എന്നിട്ട് അവിടെ വെച്ചല്ലേ. ഒന്ന് ആ ഫ്യൂസ് കൊണ്ട് കൊടുക്കുക. ഇല്ല, കൊണ്ടുപോയി കൊടുക്കൂല. ഇതെങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും? നാത്തൂനെ ബുദ്ധിമുട്ടാണ് കേട്ടോ. നാത്തു ബുദ്ധിമുട്ടട്ടെ. ഇത് നിയമല്ലേ, നിയമം തെറ്റിക്കാൻ പറ്റൂ?